ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രവാസി സഞ്ചാരിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജോർജിയയിലാണ്. ജോർജിയയിലുള്ള കുളു മണാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫാന്റാസ്റ്റിക്, വെരി വെരി ബ്യൂട്ടിഫുൾ. നോക്ക്, ചുറ്റും പർവ്വതങ്ങളാണ്, ചുറ്റും പർവ്വതം. നമ്മളിങ്ങനെ ഒരു താഴ്വാരത്താണ് നമ്മുടെ അക്കോമഡേഷൻ. നമ്മളിപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഇപ്പം മോർണിംഗിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കുന്നതേ ഉള്ളൂ. അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഗായ്സ്, ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങോട്ട് വരാമെന്നുള്ളതും ഒക്കെ തന്നെയാണ് നമ്മുടെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾക്കായി വെയിറ്റ് ചെയ്യുക. നമുക്ക് തുടങ്ങുകയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇവിടുത്തെ 9 മണിക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ 10 മണിക്ക് നമ്മുടെ ടൂർ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടൂർ പൊളിക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. സോസേജ്, ബീൻസ്, ടോസ്റ്റ്, കുറച്ച് വെജിറ്റബിൾസ്, ചീസ് എല്ലാം ഉണ്ട്. പിന്നെ ടീ, കോഫി, സ്റ്റഫ്. ജോർജിയൻ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി. ഒരു ഇന്റർകോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റിയാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ സെറ്റപ്പാണിത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, നമ്മൾ ടൂറിൻ്റെ സമയമായി. അപ്പോൾ നേരെ ടൂറിന് പോകാനുള്ള ഒരുക്കത്തിലാണ്, വണ്ടിക്ക് വെയിറ്റ് ചെയ്യാൻ. അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ അക്കോമഡേഷൻ്റെ വൈബ്? നോക്ക് നിങ്ങൾ, എന്ത് രസമാണ്. അടിപൊളിയാണ് കേട്ടോ. വാളൊക്കെ ചെയ്ത് വെച്ചാണ്ടോ, സൂപ്പർ. നമ്മൾ പുറത്തേക്ക് കാണില്ല, സിമെൻറ്റ് ഇട്ടിട്ടാണ് ചെയ്തതെങ്കിലും നമ്മൾ പുറത്തേക്ക് സിമെൻ്റ് ഒന്നും കാണില്ല. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു അയൽവാസി ഉണ്ട് ഇവിടെ. അയൽവാസിൻ്റെ വീട്ടിൽ എന്തുണ്ട്, ഒരുപാട് കാലമായിട്ടുള്ള ഒരു മുന്തിരിച്ചെടി ഉണ്ട്. നല്ല പ്രായമുള്ള മുന്തിരിച്ചെടിയാണ്. അതിൽ മുന്തിരി ഉണ്ടായിട്ടുണ്ട്, നമുക്ക് കാണാം. ഗായ്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒരു 50 ലൈക്ക് നമ്മൾ ഈ വീഡിയോന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മലയാളിയും ഡ്രൈവർമാരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ പിന്നെ അക്കോമഡേഷന് നേരെ പിന്നെ കാണുന്ന ടൗണിൽ തന്നെയാണ് നമ്മളെ അക്കോമഡേഷൻ വരുന്നത്. എല്ലാ വീട്ടിലും ഇവിടെ പിന്നെ മുന്തിരിച്ചെടികൾ എല്ലാ വീട്ടിലുണ്ട്. ആ വീട്ടിലുണ്ട്, നമ്മൾ നേരത്തെ എടുത്തിടത്തിലുണ്ട്, ഇവിടെ ഉണ്ട് നമുക്ക്, പിന്നെ അവിടെ ഉണ്ട്, പിന്നെ ഇതാ ഈ വീട്ടിലുണ്ട്. സാർക്കാ എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ക്വയറ്റ് ആൻഡ് കാമാണ്. നമുക്ക് ഫാമിലി ആയിട്ടും അല്ലാതെ ഇൻഡിവിജ്വലായിട്ടൊക്കെ വന്നാൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സൈലൻ്റ് ഏരിയ എന്ന് വെച്ചാൽ ടൗണിൻ്റെ അടുത്തുമാണ്. നമുക്ക് നടന്ന ദൂരത്തെ ടൗണിലേക്ക് പോകാൻ പറ്റും. എല്ലാവരും വരിക. ബാക്കി സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ ഫുൾ ടൂറിൻ്റെ ഇതൊക്കെ കാണിച്ചു ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മളെ വണ്ടി വരുന്നുണ്ട് പിന്നെ ടൂർ സെറ്റാക്കാനുള്ള. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടൂറിനായിട്ട് പോകാൻ നോക്കുകയാണ്. നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളെ ബാക്കിൽ കാണുന്നതാണ് നമ്മളെ അക്കോമഡേഷൻ. നമ്മളോട് റോഡിലേക്ക് നിൽക്കാൻ പറഞ്ഞാണ്. നമ്മളെ വണ്ടി ഇവിടെ വരും, നമ്മളെ ഇവിടുന്ന് പൊക്കുമെന്നാണ് പറഞ്ഞത്. അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. വാ, അങ്ങോട്ട് നോക്കി, അടിപൊളി ഒരു മല, അടിപൊളി സ്ട്രീറ്റാണ്. നമ്മളെ വണ്ടിയും ഡ്രൈവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ യാത്ര ഇന്ന് നമ്മളെ ഡ്രൈവറായിട്ട് കെമോവാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മിഷ്കാത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ യാത്ര പുറപ്പെടുകയാണ്. നമ്മുടെ കെമു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഡ്രൈവറാണ്. നല്ല കാലാവസ്ഥയാണ് നമുക്ക് പുറത്തുനിന്ന് ലഭിക്കുന്നത്. നല്ലൊരു കോൾഡോട് കൂടിയുള്ള നല്ല കാലാവസ്ഥ.
നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ യാത്ര ചെയ്യുന്നത് ഗദൂരി എന്ന് പറയുന്ന അടിപൊളി ഒരു കുന്നിൻ പ്രദേശത്തേക്കാണ്. അതുകൂടാതെ തന്നെ അന്നൊരായ് എന്ന് പറയുന്ന മറ്റൊരു ഫോറസ്റ്റ് ഏരിയ കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ജിൻവാലി എന്ന് പറഞ്ഞ ഒരു അണക്കെട്ട് കൂടി നമുക്ക് കവർ ചെയ്യാൻ ഇന്നത്തെ പാക്കേജിലുണ്ട്. ഇന്ന് 3 സ്ഥലമാണ് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി വെതറാണ്, അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി ലൊക്കേഷൻ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷൻ അടിപൊളിയാണ്. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അടിപൊളി സ്ഥലം. നമ്മുടെ യാത്രയിൽ മുഴുവൻ ചുറ്റും നമുക്ക് അടിപൊളി ഗ്രീനറി ആയിട്ടുള്ള മലകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫുള്ളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ കൂടിയാണ്. നമുക്കൊരു വാനാണുള്ളത്. നമ്മുടെ കൂടെ പിന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള 2 ആളുകളുണ്ട്. സർക്കാരുണ്ട്, അവർ ബേക്കിലാണ്. നമ്മൾ പിന്നെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി മുന്നിൽ തന്നെ സീറ്റ് ഉറപ്പിച്ചതാണ്. അപ്പോൾ നല്ല വെതറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളെ ഫസ്റ്റ് ഡേ. ഇത് നിങ്ങൾക്കും ഇത് നോട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വണ്ടിയാണ് നമ്മൾ നിങ്ങൾക്കായി അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അവർ നിങ്ങളെ നല്ല ലൊക്കേഷനിൽ കൃത്യമായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഇവിടുത്തെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള എല്ലാ ലൊക്കേഷനിലും നമ്മൾ പോകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഗദോരിയിലെ കാഴ്ചകൾ കാണാം. നമുക്ക് ഗദോരിയിലേക്ക് സ്ഥലത്തേക്കാണ്. അവിടെ ഇപ്പോഴത്തെ കറണ്ട് ഡിഗ്രി 11 ഡിഗ്രിയാണ്. നമ്മുടെ സ്നോൻ്റെ സമയത്ത് സ്നോ ഒക്കെ ഒരുപാടുള്ള സമയമാണ്. കൂടെ നമ്മൾ അശ്വത്തുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കൂടെ കെനിയൻ സുഹൃത്തുക്കളുണ്ട്. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky just to. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഹൈവേ വരുന്നത് അർമേനിയ, അസർബൈജാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും നേരെ റഷ്യയിലേക്ക് പോകുന്ന ഒരു ഹൈവേ ആണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ട്രെയിലറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഈ റൂട്ടിൽ ഇഷ്ടം പോലെ ട്രെയിലറുകളുണ്ട്. എല്ലാവരും ചരക്ക് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ നല്ല റോഡാണ്. ഗെയ്സ്, നമ്മൾ മിഷ്കാത്ത എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 60 കിലോമീറ്റർ നമ്മൾ ഓടി. അപ്പോൾ ജനുവേരി എന്ന് പറഞ്ഞ അണക്കെട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി അടിപൊളി വ്യൂ ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ സുവനീർ ഷോപ്പുകളും വൈൻ ഷോപ്പുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്, അതേപോലെ ആളുകളുണ്ട്. നോക്കൂ ഗൈസ്, ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ആണ്. സീഡ്സിൽ നമ്മൾ നട്ട്സ് എല്ലാം പല തരത്തിലുള്ള ഫ്ലേവർ വെച്ചിട്ട് സീഡ്സ് നട്ട്സ് ആയിട്ട് ഇവിടെ അടിപൊളി സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. നമുക്ക് പിന്നെ വോഡ്ക ഉണ്ട്, വൈനുണ്ട്, എന്ത് വേണമുണ്ട്. പിന്നെ അതേപോലെ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട്, ബെറീസ് ഉണ്ട്, പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. ഇഷ്ടം പോലെ ഷോപ്പുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നല്ല തിരക്കുണ്ട് ഗൈസ്. അടിപൊളി ഫോട്ടോ പോയിന്റ് ആണ് ഇവിടെ. അടിപൊളി പോയിന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി പോയിന്റ് ആണ്. കെനിയ എന്നുള്ള നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുണ്ട്. പുള്ളിന്റെ ഫോട്ടോ നമ്മൾ എടുത്തെടുത്ത്. അപ്പോൾ അടിപൊളിയാണ് സംഭവം. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാ അൻസാർക്കൊക്കെ പിന്നെ തണുത്തിട്ട് പിന്നെ ഇവിടെ കോട്ടൊക്കെ ഇങ്ങനെ പിന്നെ പൊത്തിപ്പിടിച്ച് നടക്കുകയാണ്. അസ്രബ് തണുത്തിട്ട് ഓടിയെന്നാ തോന്നുന്നത്. അസ്രബ് തണുപ്പുണ്ടോ?
ഇത് ഇന്നലത്തെ കഥയാണ് ഗൈസ്. ഇന്നലെ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ലാറി പേ ചെയ്യേണ്ടത് ഏകദേശം 40 rupees ആണ് ഒരു ലാറി വരുന്നത്. നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ 40 rupees പേ ചെയ്യണം. ഇപ്പൊ അസ്രവ് പോയപ്പോ ഇവിടെയും ഒരു ലാറി പേ ചെയ്ത് എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷനും പിന്നെ ഇവിടെ പേ ചെയ്യണല്ലേ, പൈസ കൊടുക്കണം അല്ലേ. ഇവിടുത്തെ ഏറ്റവും ചെറിയ പൈസ അല്ലേ അറിയാൻ തോന്നുന്നു, അതുകൊണ്ടാണ് ഒരു ലാറി വെച്ചത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ഫോട്ടോ സെക്ഷൻ ഒക്കെ അടിപൊളി സ്ഥലം. നമുക്ക് കിട്ടിയ ഫസ്റ്റ് ലൊക്കേഷൻ തന്നെ അടിപൊളി സ്ഥലമാണ്, അടിപൊളി സ്ഥലം. ഞാൻ വിചാരിച്ചു ഇതൊക്കെ പേയ്മെന്റ് ചെയ്യണം, പക്ഷെ ഇവിടെ പേയ്മെന്റ് ചെയ്യണം അല്ലേ. ഇവിടെ 5 ലാറി കൊടുക്കണം. ഞാൻ ഏതൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഇവിടെ 5 ലാറി കൊടുക്കണം കേട്ടോ ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ. അപ്പോൾ ഊഞ്ഞാലിന് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനും പേ ചെയ്യണം. നമുക്ക് ബ്രിഡ്ജിൽ മാത്രം ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാം. എന്തായാലും അടിപൊളി ലൊക്കേഷനാണ്. നമ്മൾ ഗുദോറിയിലേക്കുള്ള യാത്രയിലാണ്. പകുതി ഇനിയുണ്ട് 55 കിലോമീറ്ററോളം ഗുദോറിയിലേക്ക് നമുക്ക് പോകാനുണ്ട്. എന്തായാലും അടിപൊളി യാത്രയാണ് ഗൈസ്. നിങ്ങളൊക്കെ വന്ന് ആസ്വദിക്കുക. അതിന് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളി നാടൻ ചെറിയാണ്, ജോർജിയൻ്റെ ഒറിജിനൽ ചെറിയാണിത്. നമ്മൾ പഴുത്തവും വാങ്ങിയിട്ടുണ്ട്, അതേപോലെ പച്ചയും വാങ്ങിയിട്ടുണ്ട്. നല്ല മധുരമുണ്ട് രണ്ടിനും. ഒരു കരകൗശലം പിന്നെ സെല് ചെയ്യുന്ന ഒരു ഷോപ്പിലാണുള്ളത്, ഒരു കടയിലാണുള്ളത്. ഇത് നമ്മുടെ ചെമ്മരിയാടിൻ്റെ രോമത്തിന് കൊണ്ടുണ്ടാക്കിയ നല്ലൊരു അടിപൊളി തൊപ്പിയാണ്. ഹൗ മച്ച് ദിസ്? 50. 50 ലാറിയാണ് ഇതിൻ്റെ വില. അടിപൊളി ഷോപ്പാണ്. ചേച്ചി ഫുൾ ഡിസ്കൗണ്ടിലാണ്. ഇംഗ്ലീഷൊക്കെ പെർഫെക്റ്റ് ആണ്. ഇതാ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ സെൻറ്ററിലുള്ള ഷോപ്പാണിത്. ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ നോ മണി ഓക്കെ. കീ ചെയിൻ ഉണ്ട്, പിന്നെ മാല ഉണ്ട്, അതേപോലെ ഇഷ്ടം പോലെ. നമ്മുടെ കിലുക്കത്തിലെ നമ്മളെ തിലകൻ ചേട്ടൻ്റെ ഹുക്ക് ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടുത്തെ കരകൗശല നാച്ചുറലായിട്ട് ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അമേസിങ് ഫുൾ സെറ്റപ്പാണ്. നമ്മളെ വണ്ടി ഡ്രൈവർ വിളിക്കുന്നുണ്ട്, നമ്മൾ പോവുകയാണ്. പിന്നെ ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ 20-25 ലാറിയാണ് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ നെക്സ്റ്റ് ലൊക്കേഷൻ. Speed to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. Chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.
ഗദോരിയിലേക്കുള്ള പാത വളരെ മനോഹരമാണ് ഗൈസ്. മഞ്ഞുകാലത്തും സ്പ്രിങ് കാലത്തും അതേപോലെ സമ്മർ കാലത്തും എല്ലാം ഇവിടെ വ്യത്യസ്ത അനുഭൂതിയാണ് നമുക്ക് നൽകുക. പല വീഡിയോസിലും നമുക്ക് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഇതേ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ഐസിനാൽ മൂടപ്പെട്ട വീഡിയോസൊക്കെ കാണാൻ കഴിയും. എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കൂ. Tall buildings, as the chemicals they take us higher. The night's young, and it's just begun. As she puts her hand in mine, we wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop. Every shot from the top, we're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts run. ഗൈസ്, വിൻ്റർ സീസണിൽ നമ്മൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ. വ്യത്യസ്ത സീസണിൽ വ്യത്യസ്ത കാഴ്ചകൾ, എല്ലാ കാഴ്ചകളും അതിമനോഹരം തന്നെ. ഇപ്പോൾ ഞങ്ങളെ ചെറുചാറ്റൽ മഴ വരവേറ്റുകൊണ്ടാണ് നമ്മൾ ഗദൂരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മേഘങ്ങൾ മലയോട് തട്ടി നിൽക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണ്. The moonlight, summer sky, it was the best we ever had. And we'll stay on forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop. Every shot from അങ്ങനെ നമ്മൾ ഡാമിൽ നിന്നും ഒരുപാട് ചുരം കയറി നമ്മൾ ഇപ്പോൾ ഗുദേരി എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോകാനുണ്ട്. ഇവിടെ ബാത്റൂം പോകാനായിട്ട് നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിർത്തിയതാണ്. നല്ല ചാറ്റൽ മഴ, തണുപ്പ്, കോട, അടിപൊളി വെതറാണ് നമുക്ക് കിട്ടിയത്. അടിപൊളി ലൊക്കേഷനാണ്. ഒരു സ്വിറ്റ്സർലാൻഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടിയത്. നിങ്ങൾ വ്യൂ കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അത്രയും മനോഹരമായ വ്യൂ ആണ് എനിക്ക് കിട്ടിയത്. ഗൈസ്, നമ്മൾ ഏകദേശം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മുകളിലെത്താനിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടുത്തെ റോഡ് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ഇവർ കാലങ്ങൾക്ക് മുമ്പേ കോൺക്രീറ്റിൽ പണിഞ്ഞ ഈ റോഡിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഇതിൽ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയും. night's young, and it's just begun. As she puts her hand in mine. ഗൈസ്, നമ്മളങ്ങനെ ഗദൂരിയിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ അപാര കോടയാണ്. ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ചുറ്റിലുള്ള ആളുകളെ തന്നെ കാണുന്നത് വളരെ കുറവാണ്. വാ, ഗൈസ്, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്സ് ആണ്. ആപ്പിള്, പ്ലംസ്, ബെറീസ്, സ്ട്രോബെറീസ്, ബ്ലാക്ക് ബെറീസ്, മൾബെറി, സ്ട്രോബെറി. വാവ്, ഇവിടെ എന്തൊരു സംഭവം ഉണ്ട് ഗൈസ്.
അങ്ങോട്ടാണ് നമ്മൾ നടക്കുന്നത്. അവിടെ കാണാനുണ്ട്, പക്ഷേ ഫുള്ളി കോടായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ റൈഡൊക്കെ ഉണ്ട്, അതേപോലെ ബൈക്കുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ ഓവർ കോടയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടാ? രാവിലെ ഭക്ഷണം കഴിച്ച് അടിപൊളി. പിന്നെ നേരെ ഇവിടുത്തെ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നോക്കൂ ഗൈസ്, അടിപൊളി ലൊക്കേഷനാണ്, അടിപൊളി ലൊക്കേഷനാണ്. നല്ല തണുപ്പാണ്. പുളിക്കോട, വാവ്, ബ്യൂട്ടിഫുൾ. ഗൈസ്, നമ്മളങ്ങനെ മുകളിലെത്തിയാലോ നമ്മുടെ ഒരു കോഴിക്കോട്ടുകാരൻ കുന്നവാങ്ങുന്ന രാജീവ് മാത്യു ഇവിടെ പിന്നെ അഡ്നോക്കിലാണ്, അബുദാബി. അപ്പോൾ പുള്ളി ഒറ്റക്ക് സോളോ ആയിട്ട് ഇങ്ങനെ പിന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇവിടുന്ന് കണ്ടുകൂട്ടി. അപ്പോൾ നമ്മൾ 4 കോഴിക്കോടുള്ള ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലെത്തിയിരിക്കുന്നത്. പുള്ളിൻ്റെ ഡ്രൈവറുണ്ട് ഇവിടെ, ജോർജ്. നോക്കൂ ഗൈസ്, വളരെ പെർഫെക്റ്റായിട്ട് ഇത്രയും മുകളിൽ ചെയ്തു വെച്ചത് നോക്കൂ ഗൈസ്. വാ, ഗൈസ്, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുദേരിയുടെ തായ്വാരത്തെ കാഴ്ചകളും അന്നനായിയുടെ കാഴ്ചകളും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. സൂപ്പർ കോൾഡ്. Was it good, bro? Not good. Not good.